മിക്ക ആൾക്കാർക്കും എത്ര രൂപ മാസം ഇൻകം വരാമെന്ന് പറഞ്ഞാൽ പോലും അറിയാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്, പക്ഷേ ലാസ്റ്റത്തെ 3 അക്കം ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. പല ആൾക്കാർക്കും ഞാൻ ഈ മാസം എത്ര രൂപ വരെ ചിലവ് നിർത്തുള്ളൂ എന്നുള്ളതിനെ പറ്റിയുള്ള യാതൊരു കണക്കുണ്ടാവില്ല. അപ്പോൾ അത് എത്ര രൂപയാണ് ബഡ്ജറ്റ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്ന ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം, എനിക്ക് 50,000 രൂപയാണ് ചിലവ്. അപ്പോൾ ഐഡിയലി ഒരു വർഷം കൊണ്ട് 6 ലക്ഷം രൂപ സേവിങ്സ് ഉണ്ടാവണം. അതെ, അങ്ങനെ ചിലവ് ഇത്ര ഉള്ളെങ്കിൽ അപ്പോൾ 6 ലക്ഷം രൂപ എടുത്ത് നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ അതിനർത്ഥം 1 ലക്ഷം രൂപ തന്നെ ചിലവിടുന്നുള്ളതാണ്. 50-50 ആണെങ്കിൽ നത്തിങ് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 60% ജീവിക്കുന്നു, 40% എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇനി ആൾക്കാർക്ക് ചോദിക്കാം, ഈ ഇത്രയും നാൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ പിശുക്കി ജീവിക്കണോ? അങ്ങനെ പറഞ്ഞില്ല, അതിനർത്ഥം ഇൻകം കൂട്ടണമെന്നാണ്. അല്ല, സ്വർണം ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് അസെറ്റ്. കമോഡിറ്റി ഡെഫിനറ്റ്ലി ഗുഡ് അസെറ്റ്. സ്വർണ്ണം മാത്രമല്ല, നമുക്ക് സിൽവറും വാങ്ങാം. പെൻഡാഡ് സെക്യൂരിറ്റീസ് CEO നിഖിൽ ഗോപാലകൃഷ്ണനാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. നമസ്കാരം. താങ്ക്സ് അഫ്സൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണി മാനേജ്മെൻറ്റ് വിഷയത്തിൽ സ്ഥാപനം നടത്തുന്നു, വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു, ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരാളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ആൾ സ്വയം മനസ്സിലാക്കാൻ ഏത് ഘട്ടം എത്തണം? ഒരാളുടെ ഞാൻ സാമ്പത്തികമായി ഇപ്പോൾ അല്പം സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരാൾ എത്തേണ്ട ഒരു ഘട്ടം ഏതാണെന്ന് പറഞ്ഞു തുടങ്ങും. അത് ഡെഫിനറ്റ്ലി പൈസ കയ്യിൽ കുറച്ച് ഉണ്ടാവുള്ളേ തോന്നത്തുള്ളൂ. അതോടൊപ്പം ആൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. ചില ആൾക്കാരെ കാണാറുണ്ട്, ഇപ്പോൾ അവർക്കൊക്കെ നല്ല പൈസ ഉണ്ടാവും, പക്ഷേ അവർക്ക് ഇപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലയൻസിൽ തന്നെ ചില ആൾക്കാരൊക്കെ ഒരു 5 to 10 crores ഒക്കെ അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അവർക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്, ഇത് മതിയോ? കാരണം അവർക്ക് ചിലപ്പോൾ 45-40 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇതൊരു 70-80 വയസ്സൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇത് മതിയാവോ എന്നുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവർ ഇത്രയും നാളും ഇൻവെസ്റ്റ് ചെയ്ത രീതിയൊക്കെ അവർ ചിലപ്പോൾ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പേടി, ഇതെന്ത് പറഞ്ഞാൽ അങ്ങനെ വളരുന്നില്ല, പിന്നെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഭാവി എന്നുള്ളൊരു പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇതിലൊരു ഏജ് നമുക്ക് പറയാൻ പറ്റില്ല. അത് എപ്പോഴും നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്ക് എത്ര രൂപ വേണം എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം എത്ര രൂപ വേണം എന്ന് ഞാൻ അഫ്സലിനോട് ചോദിക്കണം, അഫ്സലിന് കിട്ടണമെന്നോട്ടെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ നമുക്കൊരു വില നമുക്കിത് നിശ്ചയിക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഒരാൾക്ക് വെൽത്ത് എത്ര വേണം എന്നുള്ളതിനെ പറ്റിയൊരു കണക്ക് മനസ്സിലാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് അറിയാൻ പറ്റും. എനിക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ എത്ര വേണം, റിട്ടയർമെൻറ്റ് എത്ര വേണം, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പൈസയുടെ കണക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് മാച്ച് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും എത്ര എത്തി എന്നുള്ളത്. അപ്പോൾ അതൊരു ഇന്ന ഏജ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് നമ്മളൊന്ന് അവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, ഇത് മീറ്റ് ചെയ്യാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ടോ, ആ പൈസ വെച്ചിരിക്കുന്നത് ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ്, വെദർ ഐ എം ഗോയിങ് ടു ഗ്രോ അലോങ് വിത്ത് ഇൻഫ്ലേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു കോമൺ മാൻ ആണെങ്കിൽ ആളുടെ ഇത്ര രൂപ ആൾക്ക് ശമ്പളമുണ്ട്, ആളുടെ 2 കുട്ടികൾ, ഭാര്യ, കുടുംബം, മറ്റ് ചിലവുകൾ, ഇത് വെച്ച് നോക്കുമ്പോൾ ആളുടെ ഒരു ഫോർ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങേണ്ട ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത്. ഫിനാൻഷ്യൽ പ്ലാൻ തുടങ്ങുന്നത് എത്രയും പെട്ടെന്ന് തുടങ്ങി അത്രയും നല്ലത്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ തന്നെ ചെയ്ത്, ഇപ്പോൾ ചില ടൈമിലൊക്കെ ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു 10,000 രൂപയൊക്കെ കയ്യിലുണ്ടാവുള്ളൂ സേവ് ചെയ്യാനായിട്ട്. ഈവൻ 10,000 രൂപ സാലറി വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും അത് ശരിയാവണമെന്നില്ല. കാരണം നമുക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ ചില കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന സമയത്തൊക്കെ 2 ലക്ഷം രൂപയൊക്കെ സാലറി ആയിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ കുട്ടികളുടെ എഡ്യൂക്കേഷന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 10 ലക്ഷം രൂപ ഇന്നത്തെ ചിലവ് മതി. അപ്പോൾ ഒരു 15 വർഷം കഴിയുമ്പോൾ ഏകദേശം അതൊരു 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മളെക്കൂടെ ജേണി ആയിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായി. അപ്പോൾ ഇവരുടെ ശമ്പളവും അതനുസരിച്ച് കൂടി. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാൽ അന്ന് വെച്ച 10 ലക്ഷം ഇപ്പോൾ മതിയാവില്ല ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു റിയലൈസേഷൻ വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു സാമ്പത്തിക കാര്യത്തിൽ ഇതെവിടേക്കാണ് പോകണമെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ എത്ര രൂപ ശമ്പളം കിട്ടുന്നു അത് ആണ് ബേസ്. ഇനി വേറെ ഇൻകം എല്ലാം കിട്ടാനുണ്ടോ അതും
ആണ് എല്ലാവരും കൂടിയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എത്ര രൂപ ചിലവ് നിർത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് കണക്കുണ്ടാവും. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും എത്ര രൂപ മാസം ഇൻകം വരാമെന്ന് പറഞ്ഞാൽ പോലും അറിയാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്, പക്ഷേ ലാസ്റ്റത്തെ 3 അക്കം ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. എല്ലാ കണക്കും കഴിഞ്ഞ് കിട്ടുന്ന കൃത്യശമ്പളം എത്രയെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ആ ഒരു ബോൾ പാർക്ക് ഫിഗർ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം പല ആൾക്കാർക്കും ഞാൻ ഈ മാസം എത്ര രൂപ വരെ ചിലവ് നിർത്തുള്ളൂ എന്നുള്ളതിനെ പറ്റിയുള്ള യാതൊരുവിധ കണക്കുണ്ടാവില്ല. അപ്പോൾ അത് എത്ര രൂപയാണ് ബഡ്ജറ്റ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്ന ആൾക്കാർ പറയാറുണ്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം എനിക്ക് 50,000 രൂപ ചിലവെന്ന്. അപ്പോൾ ഐഡിയലി ഒരു വർഷം കൊണ്ട് 6 ലക്ഷം രൂപ സേവിങ്സ് ഉണ്ടാവണം. അതെ, അങ്ങനെ ചിലവ് ഇത്ര ഉള്ളെങ്കിൽ അപ്പോൾ 6 ലക്ഷം രൂപ എടുത്ത് നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ അതിനർത്ഥം 1 ലക്ഷം രൂപ തന്നെ ചിലവുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്ര രൂപ മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം ചിലവാണെന്നുള്ളത്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള കണക്ക് വേണം എത്ര രൂപയാണ് ചിലവ് എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കൊല്ലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാണെങ്കിൽ പിന്നെ ഇത് ബോറടിയാവും, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് റിലവൻറ്റ്. അതാണ്, അതായത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളും അതല്ലെങ്കിൽ സംഭവങ്ങളും കേൾക്കുമ്പോൾ ഇപ്പോഴും ബോധേടാവാത്ത അനേകം മനുഷ്യരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെ അതെ. അപ്പോൾ അത് എത്തിപ്പെടാം. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുക ഒരു കവറേജ് നമുക്ക് ഉണ്ടാവണം. ഒന്ന്, നമുക്ക് ഇനി ഇൻകം ഇല്ലാതെ 1 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതിനാണ് ഒരു എമർജൻസി ഫണ്ട് നമുക്ക് വേണ്ടത്. അതോടൊപ്പം ഇൻഷുറൻസുകൾ ഉണ്ടാവണം. ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ഒക്കെ വേണം. അത് ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി ഫണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ എടുക്കേണ്ടി വരും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങേണ്ടി വരും. അങ്ങനെയാണ് മിക്ക ആൾക്കാരും കടത്തിച്ചെന്ന് വിടുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദിവസവേതനക്കാരായ ആളുകളുണ്ടാവും, പിന്നെ മാസശമ്പളം ലഭിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരു സംരംഭം നടത്തുന്ന ആളുകൾ എന്നൊക്കെ. അപ്പോൾ ഇവരുടെ ഒരു സെൽഫ് പ്ലാനിങ് എന്നുണ്ടല്ലോ. ഇവർ കിട്ടുന്ന ശമ്പളത്തിൻ്റെ എത്ര രൂപ നീക്കി വെക്കണം, എത്ര രൂപ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കണക്കാക്കണം എന്നുള്ളത് ഒരു സാധാരണക്കാരൊരാൾ എങ്ങനെയാണ് അതിനെ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരാണെന്ന് തന്നെ നോക്കുക. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, ഞാൻ ഒന്നും മാറ്റി വയ്ക്കാത്ത ആളാണ്. പക്ഷേ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാവില്ല. ബേസ് എന്ന് മിനിമം 10% മാറ്റി വയ്ക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 50-50 ആണെങ്കിൽ വളരെ നല്ലത്. 50-50 ആണെങ്കിൽ നത്തിങ് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 60% ജീവിക്കുന്നു, 40% എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇനി ആൾക്കാർക്ക് ചോദിക്കാം, ഈ ഇത്രയും നാൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ പിശുക്കി ജീവിക്കണോ? അങ്ങനെ പറഞ്ഞില്ല. അതിനർത്ഥം ഇൻകം കൂട്ടണമെന്നാണ്. വരവ് കൂട്ടണം എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് 2 വിധത്തിലും എൻ്റെ ഫാദർ പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ലോണൊക്കെ എടുത്ത് വയ്ക്കി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇൻകം ഉണ്ടാക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഞാൻ കുഞ്ഞിനെ തുടങ്ങിയിട്ട് ഞാൻ അധികം ലോണൊന്നും എടുക്കാത്തൊരു ടൈപ്പായിരുന്നു. അപ്പോൾ എന്നോട് അച്ഛൻ എന്നും പറഞ്ഞു, കാരണം അച്ഛന് നല്ല കടം ഉണ്ടായിരുന്നു. അത് പുള്ളി കടം വീട്ടിയിട്ട് ഇപ്പോൾ രക്ഷപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഇവൻ ചെറുപ്പത്തിലെ അച്ഛന് എന്ത് കാര്യം ചെയ്യണേക്കാളും മുന്നേ പറയും ഇന്നത് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ 1-2 വർഷമൊക്കെ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ഞാൻ അമ്മനോട് ചോദിക്കും, നമ്മുടെ വീട്ടിലെന്താണ് ഇത് പറഞ്ഞിട്ട് കുറേ നാളെത്തിയിട്ട് ആവാത്തത്. അപ്പോൾ ഇപ്പം എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. അപ്പോൾ വീട്ടിൽ അച്ഛനെ എപ്പോഴും പറയും, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലുണ്ടാകും, പക്ഷെ പുറത്ത് പറയാനുള്ള അതിനുള്ള ആയിട്ട്. അപ്പോൾ അവർ അച്ഛൻ എന്നോട് പറയുന്ന കാര്യം, നിനക്ക് ധൈര്യമില്ലാത്തതിൻ്റെ ഇല്ലെന്ന് പറയാത്തത്. കാരണം അത് എങ്ങാനും അതായില്ല, ഫ്ലോപ്പായി പോലെ. അപ്പോൾ അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത്തിരി ശ്രമിക്കുകയാണ്. ഞാൻ ഇനിയിപ്പോൾ അടുത്ത വർഷം എന്താ ചെയ്യാൻ പോണെന്ന് ഫാമിലിയിലൊക്കെ ഒന്ന് പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടി ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഫാമിലി എന്ന പ്ലാനിലേക്ക് വരുമ്പോൾ ഒരു ഫാമിലി ബഡ്ജറ്റ് പ്ലാൻ എന്നുള്ളത് ഒരു ആള് ശരിക്ക് ഏത് രൂപത്തിൽ അതിനെ ബോർഡർ ചെയ്യാം എന്നുള്ളത് അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ ഒട്ടും സേവ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വിചാരിക്കും, അടുത്ത മാസം തൊട്ട് എനിക്ക് 10% ഇല്ലാന്ന് വിചാരിക്കും. എന്നിട്ട് ആ പൈസ ഞാൻ ഈ SIP എന്ന് പറയുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോകണമെന്ന് ഉദ്ദേശിക്കണുള്ളൂ. അല്ലാണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട് ഒന്നും പറയണില്ല. നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ 1 ലക്ഷം രൂപ തീരണ ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെയായിരിക്കും 10% സാലറി കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് വർക്ക് ചെയ്യില്ലേ? ഇത് തന്നെ അവനവനോട് പറയും 10% ത്യജിക്കുക. അത് ക്ലിയർ ആയിട്ട് 10%, അത് എത്ര 20% ആക്കാൻ പറ്റി, വെരി ഗുഡ്. ഈ 10% ആക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് അറിയുമോ? ഈ പല ആൾക്കാരും 1 മാസം ശമ്പളം വെറുതെ ഇരിക്കണം കണ്ടിട്ടില്ല. വന്നത് തീർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനേക്കാളും വലിയൊരു പ്രശ്നം ചെയ്താൽ ശമ്പളക്കാർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മുടെ ശമ്പളം 1 ലക്ഷം എന്നുണ്ടെങ്കിൽ നമുക്ക് 12 ലക്ഷത്തിൽ കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവില്ല. നമുക്ക് ലിമിറ്റ് ചെയ്ത്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ, പിന്നെ 1 ലക്ഷം രൂപ നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അടുത്ത മാസം വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും 15 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം തീർക്കും, ബാക്കി 15 ദിവസം ക്രെഡിറ്റ് കാർഡിൽ ജീവിക്കും. എന്നിട്ട്
അടുത്ത മാസത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ ഏച്ചുകൂട്ട് എന്ന് പറഞ്ഞ ആ സമയത്ത് അതിന് പകരമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് കോവിഡ് ടൈമിലൊക്കെ 30% 40% സാലറി കട്ടുണ്ടായ ആൾക്കാരുണ്ട്. അവർ സുഖമായിട്ട് ജീവിച്ചില്ലേ. അപ്പോൾ യാഥാർത്ഥ്യമാണത്. അപ്പോൾ ശരിക്കും കോവിഡ് നമ്മൾ ഭയങ്കര ലെസൺസ് പഠിപ്പിച്ചിട്ടുണ്ട്. എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ശമ്പളം ഒരു 10-40% കുറഞ്ഞാൽ എങ്ങനെ ജീവിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ജോലി പോയി. ആ ടൈമിൽ 40% കട്ടുണ്ടെങ്കിൽ അവർ എന്നെ എംപ്ലോയർ ദ്രോഹിച്ചു എന്നല്ല പറയേണ്ടത്, എൻ്റെ ജോലി നിലനിർത്തി പ്രൊട്ടക്ട് ചെയ്തല്ല, അങ്ങനെ എന്നോട് എന്ത് നല്ല കാര്യമാണെന്നുള്ള നന്ദി ഉണ്ടായാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഞാൻ ഒരു സ്റ്റാൻഡേർഡായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണമെന്ന് ഇത് പല മെത്തേഡിലാണ്. കാരണം എല്ലാവരും പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ 50-50 പറയുന്നത്. ചിലപ്പോൾ ആ 50-50 ചിലർക്ക് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ റൂൾ എന്ന് വെച്ചാൽ 75% ചിലവ് നിർത്താൻ നോക്കാം. എന്നിട്ട് 15% എമർജൻസി ഫണ്ടിന് വേണ്ടി സേവ് ചെയ്യുക, സിമ്പിളായിട്ട് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. 10% ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അത് സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഇത്തിരി അല്ലെങ്കിൽ ഗോൾഡിലോ ഇത്തിരി കൂടി റിട്ടേൺ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 25% നമ്മൾ സേവ് ആയിട്ടിരുന്നു എന്ന് നമ്മുടെ ഈ 75% വെച്ചിട്ടുള്ള പൈസ 6 മാസത്തേക്കുള്ളതായി. അന്ന് ആ 15% എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിൽക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു വർഷം എടുക്കും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവന് കിട്ടുന്ന ഒരു മെൻ്റൽ പീസ് എന്താണെന്നുള്ളത് ഭയങ്കരമുണ്ട്. സ്വസ്ഥമായ ജീവിതത്തിലേക്ക് മാറാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവൻ പലപ്പോഴും ജീവിക്കും ഇങ്ങനെ പിശുക്കി ജീവിച്ചിരുന്നതിന് കാര്യം. പക്ഷേ ആഫ്റ്റർ ഓൾ മനസ്സമാനം എന്ന് പറയുന്ന സാധനം വേണമല്ലോ. ഇനി ആ 75% നിങ്ങൾ തോന്നുന്നു എൻ്റെ ലൈഫ് സ്റ്റൈലിൽ അത് പോരാന്നുണ്ടെങ്കിൽ ഇതും കൂട്ടും. വരവ് കൂട്ടണമെന്നില്ല. വരവ് കൂട്ടണമെങ്കിൽ സിമ്പിൾ കാര്യം, നിങ്ങൾ വാല്യൂ കൊടുക്കാൻ പറ്റണം. ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കാൻ പറ്റണം. നിങ്ങൾ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം ആ എംപ്ലോയർക്ക് 10 ഇരട്ടി ബെനിഫിറ്റ് കിട്ടണം. അതിനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ട്. ഇത് ബാർഗെയിൻ അല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ അത്ര നമ്മൾ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്ക് ഒരു തോന്നലാണ് എംപ്ലോയി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് റിച്ച് ആവാൻ പറ്റാന്നുള്ളത്. ശരിക്കും ഏറ്റവും ഈസി എംപ്ലോയി ആയി നിൽക്കുമ്പോഴാണ്. കാരണം നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പിന്നെ ഭയങ്കര ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നമ്മളെ സൂചിപ്പിക്കേണ്ടത് എംപ്ലോയറുടെ ആവശ്യമായി മാറും. അപ്പോൾ ഒന്നാലോചിച്ച് നോക്ക്, ഒരു എംപ്ലോയർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു ബിസിനസ് സ്റ്റേബിൾ ആവാനായിട്ട് ഇപ്പോൾ ട്രേഡേഴ്സ് പോലെ 100 ബിസിനസ്സുകാർ തുടങ്ങിക്കഴിഞ്ഞാൽ 90 ബിസിനസ്സുകാരും പൊട്ടിപ്പോക്കാം. ഈ 10% പേരെ മാത്രമേ നമ്മൾ ഇപ്പോൾ യൂസഫ് അലിനെ കൊച്ചു സാറിനെയൊക്കെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അവരെ വേണ്ട, അല്ലാതെ ഒരു മാന്യമായിട്ടുള്ള ഒരു കോടീശ്വരന്മാരെ നമ്മൾ കാണുന്നുള്ളൂ. അതിന് മുന്നുള്ള എല്ലാ ബിസിനസ്സുകാരും പൊട്ടിപ്പോകെ. ഇവർ ശമ്പളം കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു 10 കൊല്ലമൊക്കെ ജീവിച്ചിട്ടാണ് ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തുന്നത്. എംപ്ലോയിക്ക് ഇതെല്ലാം നോക്കണോ? കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പകുതിയിൽ ജീവിക്കാൻ പറ്റില്ല. കറണ്ട് ബില്ലോ വെള്ളം മറ്റ് ചെലവുകളൊന്നും അറിയേണ്ട ഒന്നും അറിയണ്ട. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പലപ്പോഴും വിചാരിക്കും എനിക്ക് കുറച്ച് കാശായിട്ട് ജീവിക്കാത്തുള്ളൂ. ഇപ്പോൾ ഈവൻ യങ്സ്റ്റേഴ്സ് നമ്മളൊരു ജോലിയിലേക്ക് വരുന്ന ടൈമിൽ അവർക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു 25,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10,000 രൂപയായിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കണമെങ്കിൽ 10,000 കിട്ടിയിട്ട് എന്തിനാണെന്നുള്ളത് വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എത്ര രൂപയാണ് നിങ്ങളുടെ ചിലവ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നത്തെ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 5,000 രൂപയ്ക്ക് ജീവിച്ചിട്ടുണ്ടാവും. ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര വ്യത്യാസമുള്ളത്? ആക്ച്വലി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കുറച്ചാൾ ആ 50-50 ജീവിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഈവൻ കരിയറിൽ ഒരു 2 വർഷം എത്തിയിട്ട് നിങ്ങൾ വിചാരിക്കണം എനിക്കൊരു ഹയർ സ്റ്റഡീസ് എടുത്താലേ പറ്റത്തുള്ളൂ. ആ ടൈമിൽ ലോൺ എടുക്കണ്ട, ഈ പറഞ്ഞ പൈസ കൂട്ടി വെച്ചെടുത്തിട്ട് ഹയർ സ്റ്റഡീസ് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫാമിലി പ്ലാനിൽ തന്നെ ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ ആൾ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. കാരണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും മിക്കവാറും വീട്ടമ്മ എന്ന നിലയ്ക്ക് അവരായിരിക്കും ചിലവ് കൈകാര്യം ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർക്ക് ഇതിന് ഏത് രൂപത്തിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 സിറ്റുവേഷൻ. ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പണ്ടൊക്കെ വെച്ചാൽ ശമ്പളം വരുന്നു, അതിൻ്റെ ഒരു പൈസ വൈഫിനെ ഏൽപ്പിക്കുന്നു, അവരാണ് ഫാമിലി റൺ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അച്ഛനൊക്കെ പേടിയാണ്, അമ്മ അത് ഉപയോഗിക്കില്ല, ഫസ്റ്റ് അപ്രൂവൽ ഇട്ടുണ്ട് അമ്മയുടേതാണ് ഇത് പറഞ്ഞാൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ആപ്പും നമ്മുടെ വീട്ടമ്മമാരുടെ അടുത്തിരിക്കുക. അപ്പോൾ ഇവരെ എങ്ങനെ എടുത്തിട്ട് പൈസ ചിലവാക്കിക്കണം എന്നുള്ളത് ഈ ബിഗ് നെയിംസ് ആയിട്ടുള്ള സൊമാറ്റോയ്ക്കും സ്വിഗ്ഗിക്കും ആമസോണിനും അല്ലെങ്കിൽ പേരുകളുണ്ട്, അവരൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരുടെ നിന്ന് പൈസ ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പകരം ഒരു ഫിനാൻഷ്യൽ പ്ലാനൊക്കെ ചെയ്യണമെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കറിയാൻ പറ്റും ഇത്ര ചിലവിൽ ഒതുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ചിലവിൽ നിർത്താനായിട്ട് ഒന്ന് ആരാണോ ആ കാര്യം കൈകാര്യം ചെയ്യണത് അവർ സേവിങ്സിൽ വളരെ
കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഫാമിലിക്ക് ആ ബഡ്ജറ്റ് വിത്തിൻ ദ ബഡ്ജറ്റിൽ ജീവിക്കാൻ പറ്റും. ഈ സേവിങ്സ് നമ്മൾ നിരന്തരം പറയുമ്പോഴും ആളുകൾക്ക് ഇപ്പോൾ എനിക്കൊരു 50,000 രൂപ ശമ്പളമുണ്ട്, അതിൽ നിന്ന് ഞാനൊരു 20,000 രൂപ മാറ്റി വെച്ചാൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് പലപ്പോൾ ആളുകൾക്ക് കുറവായിരിക്കുമല്ലോ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ട്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ പറയുമ്പോൾ ട്രേഡിംഗ് വഴി പണം നഷ്ടപ്പെട്ട വാർത്ത ഇപ്പുറത്ത് കാണാം, സ്റ്റോക്ക് ഇപ്പുറത്താണ്, FD അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഏത് കാര്യം എടുത്താലും ഒരു തരത്തിലൊരു നറേഷൻ ഉണ്ടല്ലോ, ഇതിൽ പണം ഇടുന്നു, പണം നഷ്ടപ്പെടുന്നു, നമ്മുടെ സിനിമകളാണെങ്കിലും ട്രോളുകളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഏത് തരം ഇൻസ്ട്രക്ഷനാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു കോമൺ മാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അല്ല, ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സാണ്. ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് എത്ര ബിസിനസ്സുകാർ പൊട്ടിപ്പോടുന്ന നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബിസിനസ്സുകാരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്റ്റാർട്ടപ്പ് ആയാലും ഏത് ബിസിനസ് ആയാലും ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്ര റെസ്റ്റോറൻറ്റ്സുകൾ വരുന്നുണ്ട്. നമ്മൾ 5 കൊല്ലത്തെ നമ്മുടെ ഒരു ടൈം നോക്കുകയാണെങ്കിൽ എത്ര റെസ്റ്റോറൻറ്റുകൾ 5 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷമായിട്ട് നിലനിൽക്കുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അല്ല, ബാക്കി എല്ലാവരും വന്നും പൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ സെയിം അവസ്ഥയാണ് ട്രേഡിങ്ങിലുള്ളത്. അപ്പോൾ ആ ഇതിൽ ട്രേഡിങ്ങിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ കുറേ ആൾക്കാർ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അപ്പോൾ ഈവൻ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ബാലൻസ് ഷീറ്റ് അവർ കാണിക്കുന്ന ചില ടൈമിൽ അവർ സ്ക്രീനിലൊക്കെ വന്നിട്ട് ഇത്ര രൂപ കോടി പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് റെസ്പെക്ട്ഫുൾ നെയിം ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അവർ പറയുന്ന നോക്കല്ലേ, അവരുടെ ഒരു 5 വർഷം കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നോക്ക്. അവർ ചിലപ്പോൾ ഒരു ഡിസിപ്ലിനായിട്ട് ചിലപ്പോൾ തടി കൊടുത്തിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ പണ്ട് സിഗരറ്റ് വലിച്ച ആൾ സിഗരറ്റ് വലി നിർത്തിയിട്ടുണ്ടാവും. അവരുടെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുന്നുണ്ടാവും. ആ സാധനം മിക്ക ആൾക്കാരും ചെയ്യുന്നില്ല. നേരിട്ട് പണം ഇട്ട് റിട്ടേൺ കിട്ടുക എന്നുള്ള. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മരം വളരുന്ന ടൈമിൽ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ നോക്കുള്ളൂ, പക്ഷേ ആ വേരെവിടേക്ക് പോയി എന്നുള്ളത് നോക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് നമ്മൾ വിചാരിക്കുന്ന കുറേ ആൾക്കാരാണ്. അവരെല്ലാവരുടെയും അവർ പറഞ്ഞ മറ്റുള്ള ഇത്ര കാശുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവർ ചിലവാക്കിയിട്ടുള്ള വേർപ്പിൻ്റെ ഒരു കണക്കുണ്ട്. അത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ട്രേഡിങ് നല്ലത് തന്നെയാണ്. കാരണം ഞാൻ ഒരു ബ്രോക്കിംഗ് ഫേം നടത്തുന്ന ഞാൻ ട്രേഡിങ് മോശം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ട്രേഡിങ് വേണം, നോ ഡൗട്ട്. പക്ഷേ ഇപ്പം ഞാനും വീഡിയോയിലൊക്കെ ഞാൻ ട്രേഡിങ് അധികം പറഞ്ഞിട്ടില്ല, പറയണമില്ല. അത് കാരണം വെച്ചാൽ അത് നെക്സ്റ്റ് ലെവലാണ്. അതെ, അല്ല, അത് ഞാൻ ചോദ്യത്തിലേക്ക് വന്ന കാര്യം എന്നുള്ളത് സേവിങ്സ് എന്നൊരു ആശയം ആഗ്രഹമുള്ള ഒരാൾ എവിടെ തുടങ്ങണം? അല്ല, സേവിങ്സ് പറഞ്ഞാൽ ട്രേഡിംഗ് ഒക്കെ വിട്ടേക്ക്. അതും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. സേവിങ്സ് ആണെങ്കിൽ ട്രേഡിംഗ് ഒന്നും ഇല്ല അവിടെ. സേവിങ്സ് പറഞ്ഞാൽ നമുക്കൊരു മാസം ശമ്പളം കിട്ടുന്നു, ആ പൈസ ഒന്നില്ലെങ്കിൽ ആ ബാങ്കിൽ വെക്കാണ്ട് വേറെ ബാങ്കിലേക്ക് മാറ്റി വയ്ക്കണം. ആ ബാങ്ക് അക്കൗണ്ടിന് നിങ്ങളുടെ അടുത്ത് ATM കാർഡ് പോലും ഉണ്ടാകാൻ പറ്റില്ല. ആക്സസ് കുറവായിരിക്കും. ആക്സസ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം അതിൽ നിന്ന് കാശ് എടുക്കാനായിട്ട്. അതുമായിട്ട് GPay ലിങ്ക് ചെയ്യാൻ പാടില്ല, ഒന്നും ലിങ്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് സേവിങ്സ് പറഞ്ഞാൽ. ആ പൈസ എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് FD ആയിട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോണ്ടുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ബോണ്ട് പേപ്പേഴ്സ് ഉണ്ട്, ഇത് വാങ്ങി വയ്ക്കുക. ഈ മ്യൂച്വൽ ഫണ്ടിൽ ബോണ്ട് വയ്ക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആപ്പിൽ കൂടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിനോടൊക്കെ ഞാൻ എമർജൻസി ഫണ്ട് ബാങ്കിൽ വയ്ക്കാൻ പറയുമ്പോൾ ഇവർ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അത് ചിലവായി പോയെന്ന് പറയും. അതിന് പകരം ഇപ്പോൾ നമ്മൾ പെൻഡാഡിലേക്കൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പിൽ കൂടെ ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം വെച്ചാൽ അത് അവർക്ക് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനെപ്പോഴും പലരോടും പറയും, ആക്സസ് കിട്ടില്ല, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വിൽക്കാനുള്ള വാങ്ങാനുള്ള റൈറ്റ് നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്. കാരണം അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം ഈസിയാണെന്ന് നിങ്ങൾ തന്നെ എടുത്തിട്ടു. അതിന് പകരം ഇവിടെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും, സാർ എന്തിനാണ് ഇത് എടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കേണ്ടതെന്നുള്ള മടിക്ക് പലരോട് കണ്ടിരിക്കും. അപ്പോൾ ആ പൈസ അവിടെ ഇരിക്കും. അതാണ് സേവിങ്സ് പറഞ്ഞാൽ. ആ സേവിങ്സിൽ ഇനീഷ്യലി നമ്മൾ നോക്കണമെങ്കിൽ സ്റ്റോക്ക് പോലും വാങ്ങാൻ പാടില്ല. സേവിങ്സ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ വേറെ ബാങ്ക് അക്കൗണ്ടിൽ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ FD ഇട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിച്ച് വയ്ക്കുക. ഈ പൈസ നമ്മുടെ എക്സ്പെൻസിൻ്റെ അറ്റ്ലീസ്റ്റ് 1 വർഷത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ പൈസ ഉണ്ടാവണം. ഇതാണ് സേവിങ്സ്. പക്ഷേ ഈ സേവിങ്സ് എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി റിട്ടേൺ പലപ്പോഴും ആവശ്യം വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യം വരുന്ന സമയത്ത് ഉദാഹരണം ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വരുന്നു, ആൾക്കൊരു 2 ലക്ഷം രൂപ എമർജൻസി ആയിട്ട് സേവിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് തരം സേവിങ്സ് ഉപയോഗിച്ചാലാണ് എമർജൻസി റിട്ടേൺ? ഈ പറഞ്ഞ എല്ലാവരും എടുക്കുക. FD ഒഴിച്ചിട്ട്. FD ആണെങ്കിൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കണമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ വയ്ക്കണമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ടിൽ വയ്ക്കണമെങ്കിൽ 1 ദിവസം എടുക്കും വരാനായിട്ട്. സേവിങ്സ് അക്കൗണ്ടിൽ അപ്പോൾ തന്നെ കിട്ടും. ഒരു കാലയളവ് എന്നുള്ളതല്ലേ? ഒരു ഡെറ്റ് ഫണ്ടാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. ഇന്ന് എക്സിറ്റ് ചെയ്താൽ പിറ്റേ ദിവസം കാശ് വരും. അതാണ് ഒരു 6% റിട്ടേൺ കിട്ടും. എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. FD
വിത്തൗട്ട് മെച്യൂരിറ്റി പീരീഡ്. അത് ബ്രേക്ക് ചെയ്യണമെന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ട് ബ്രേക്ക് ചെയ്യണം. കറക്റ്റ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ആഗ്രഹം ഒരാളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2025 സംസാരിക്കുമ്പോൾ ഒരു കോവിഡ് അനന്തരമൊക്കെ നമ്മുടെ ഒരു കൾച്ചർ മാറി, ബിസിനസിന്റെ സ്വഭാവം മാറി, അറ്റ്മോസ്ഫിയർ മാറി. അപ്പോൾ ഇനിയൊരു ഇൻവെസ്റ്റ്മെന്റ് സാധ്യത എന്നുള്ള നിലക്ക് എങ്ങനെ ആലോചിക്കാം ഒരാൾക്ക്? അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം ബേസിക്സ് ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ വിചാരിക്കണം വെച്ചാൽ അവിടെ എന്തുണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് എന്തുണ്ടെന്നുള്ള ബിസിനസ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം എൻ്റെ കപ്പാസിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ എമർജൻസി ഫണ്ട് ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. എനിക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അത് ഈ ബക്കറ്റ് കിടന്ന് ആരും ചെയ്യില്ല. ഇപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആരെങ്കിലും പോയിട്ട് പറയാറുണ്ട് എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്, ഇതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ്. ഇവൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ടായിരിക്കും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. മിക്കവുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇപ്പോഴാണ് തുടങ്ങിയേക്കുന്നത്. പണ്ട് ഏതെങ്കിലും ഒരു ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുറേ നാൾ നടക്കും, എന്നിട്ട് അയാൾ കുറേ സാറേന്ന് വിളിക്കും, എന്നിട്ട് അയാളെ ശല്യം സഹിക്കാണ്ടായിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മൾ ചോദിക്കുന്ന കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഫണ്ട് എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്. എത്ര കിട്ടുന്നതിനേക്കാളും ഉപരി ആദ്യം നിങ്ങളെ വെളിപ്പെടുത്തും എന്താണ് ഞാൻ ആരാന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും എൻ്റെ കസ്റ്റമേഴ്സിനോടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളിൽ നിന്ന് കൊടുക്കുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ അവരുടെ അച്ചടക്കത്തിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ട് അവർക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു പറമ്പ് വാങ്ങണമെന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്ക് ആ പറമ്പ് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാൻ പോവാണ്, ചിലപ്പോൾ ആൾക്ക് ആ കാറിൻ്റെ ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കാർ വാങ്ങണമെങ്കിൽ ചിലപ്പോൾ ബഡ്ജറ്റ് അതായിരിക്കില്ല. അല്ലെങ്കിൽ മകൻ എഡ്യൂക്കേഷൻ വിടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ ബഡ്ജറ്റ് ചിലപ്പോൾ അയാൾക്ക് പറ്റിയ ബഡ്ജറ്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പൈസ ഒരു സേവിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ചില ടൈമിലൊക്കെ നമുക്ക് നിയന്ത്രണം പറ്റും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ഹെൽപ്പോടെ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചില കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ആദ്യം വന്ന ടൈമിൽ ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒത്തിരി കടങ്ങളുണ്ട്. കടങ്ങളെന്ന് വെച്ചാൽ ആൾ പോലും അറിഞ്ഞിട്ടുള്ള കടമുണ്ട്. കാരണം വെച്ചാൽ ആൾ ചിട്ടി ഉണ്ടായിരുന്നു, അത് വിളിച്ചു, എന്നിട്ട് അത് വെച്ച് പറമ്പ് വാങ്ങി. അപ്പോൾ ആളുടെ ആരെന്ന് വെച്ചാൽ ചിട്ടിയല്ലേ ഉള്ളൂ, ലോണില്ലാതെ. വിളിച്ചു കഴിഞ്ഞാൽ ചിട്ടിയുടെ പേര് ലോണെന്നാണ്. അപ്പോൾ ഇത് പല ബാധ്യത. പിന്നെ ഗോൾഡ് ലോണാണ്. അപ്പോൾ ആൾ പറഞ്ഞാൽ ഗോൾഡ് ലോണില്ല, അതവിടെ കിടക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ, ഈ കടങ്ങൾ ഒഴിവാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളുടെ ഈഗോനെ ഹേർട്ട് ചെയ്തു. അങ്ങനെ ഒത്തിരി ഈഗോനെ ഹേർട്ട് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നിട്ട് ഒരാൾ പറഞ്ഞ് എനിക്ക് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ ഇത് തുടങ്ങുന്നത്. ഞാൻ എന്നോട് സംസാരിച്ചല്ലേ നമ്മുടെ ഓഫീസിൽ സംസാരിച്ചത്, ഞാൻ ഇങ്ങനെ വീഡിയോ കുറേ നാളെ കാണുന്ന പറഞ്ഞിട്ട് എനിക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ ഡെറ്റ് റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തിനുള്ളിൽ കംപ്ലീറ്റ് ഡെറ്റ് ഒഴിവാക്കി. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 19 ലക്ഷത്തിന് മുകളിലുള്ള പൈസ ഡെറ്റ് കൊടുത്തു തീർത്തു, ഡെറ്റ് ഫ്രീ ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു പൈസ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, ആ കടവും കൂടിയും വീട്ടിൽ കൊടുത്ത്. അപ്പോൾ ആളറിയാതെ ആൾക്ക് ഉപകാരം. അപ്പോൾ ആൾ പറഞ്ഞ കാര്യം വെച്ചാൽ ഇപ്പോൾ കടമില്ലാണ്ടായപ്പോൾ എന്തൊരു മനസ്സമാനം, ടെൻഷൻ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചില ടൈമിലൊക്കെ ഇവർക്കൊക്കെ ഓഫീസിൽ ചിലപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്ക് ധൈര്യമുണ്ട്, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക, അടുത്ത ജോലിക്ക് വാങ്ങും. പണ്ടെന്ന് വെച്ചാൽ അതല്ല, കാരണം ഇതെല്ലാവരും അടയ്ക്കേണ്ടതാണ്. SIP എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യാമല്ലോ, EMI ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സേവിങ്സിനെ കുറിച്ചൊരു വലിയ മുൻധാരണ ഇല്ലാത്ത പല ആളുകളും ചെയ്യുന്ന പരിപാടിയാണ് കുറച്ച് ഗോൾഡ് വാങ്ങി വെക്കും, എന്നിട്ട് അത് ഗോൾഡിൻ്റെ വില കൂടുന്ന സമയത്ത് മറിച്ച് വെക്കും, വീണ്ടും വാങ്ങും. എന്നുള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും പത്രവാർത്തകളിലും ചാനൽ വാർത്തകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ലീഡ് വാർത്ത സ്വർണ്ണവില കൂടുന്നത് തന്നെയാണല്ലോ. അപ്പോൾ എങ്ങോട്ടാണ് എൻ്റെ പൊന്നെ പോക്ക്? അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അത് എത്രത്തോളം ഒരു സാധ്യതയുള്ള ബിസിനസ്സാണ് എന്നുള്ളത്. അല്ല, സ്വർണം ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് അസെറ്റ്. കമോഡിറ്റി ഡെഫിനറ്റ്ലി ഗുഡ് അസെറ്റ്. സ്വർണ്ണം മാത്രമല്ല, നമുക്ക് സിൽവറും വാങ്ങാം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞില്ല. അപ്പോൾ സ്വർണ്ണം നമ്മുടെ അസറ്റ് ലൊക്കേഷനിൽ ഉണ്ടായിരിക്കണം, അപ്പോൾ ഒരു ഭാഗം ഉണ്ടായിരിക്കണം. അപ്പോൾ ജ്വല്ലറി ആയിട്ട് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ആളുകൾക്ക് തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ മേക്കിംഗ് ചാർജസ് ഉണ്ട്,
പിന്നെ അത് വെച്ചിട്ട് ഇനി ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എഗെയിൻ ലോസ്. അപ്പോൾ അതിന് പകരമായിട്ട് ഒന്നില്ലെങ്കിൽ ഗോൾഡ് ചില ആൾക്കാർക്ക് ടച്ച് ആൻഡ് ഫീൽ ആവശ്യമുണ്ട്, അവർക്ക് വേണമെങ്കിൽ കോയിനായിട്ട് വാങ്ങി വയ്ക്കാം. ഇനി വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ജ്വല്ലറി കിട്ടി കൊടുക്കാണെങ്കിൽ ജ്വല്ലറി വാങ്ങിക്കാം, നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു പൈസ നഷ്ടം വരുന്നുണ്ട് മേക്കിംഗ് ചാർജസ് ഒക്കെ ആയിട്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡിൽ തന്നെ നമുക്ക് ETF വാങ്ങിക്കാം. പണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ചിടയ്ക്ക് നിർത്തി വെച്ചേക്കാം. അതിലാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ അത് വിട്ടേക്ക് ഇപ്പോൾ ETF വാങ്ങി വയ്ക്കാം, ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് തന്നെ വാങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡ് വാങ്ങി വയ്ക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഗോൾഡ് അന്നത്തെ പ്രൈസിന് വാങ്ങുന്നത് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം എത്രയാണ് അപ്രിസിയേഷൻ വരുന്നത് അത് കിട്ടും. അപ്പോൾ യു ആർ നോട്ട് ഹോൾഡിങ് ഇറ്റ്, ലോക്കർ ചാർജസ് ഇല്ല, അപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലത് എപ്പോഴും മ്യൂച്വൽ ഫണ്ട് റൂട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ETF റൂട്ടിലോ ചെയ്യേണ്ടതാണ്. ഇതേ പരിപാടി നമ്മൾ ലാൻഡ് ബിസിനസ്സിലും ചെയ്യാറുണ്ട്. ഒരു പണം കുറച്ച് കയ്യിൽ വരുന്ന സമയത്ത് ലാൻഡ് വാങ്ങിയിടുന്നു, പിന്നീട് അത് മറിച്ച് വെക്കാൻ രൂപത്തിൽ. പക്ഷെ പലപ്പോഴും ഈ ലാൻഡ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് സ്ഥലമുണ്ടെങ്കിൽ കൂടെ ഒരു എമർജൻസി നമുക്ക് ക്യാഷ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ലാൻഡ് ബിസിനസിന്റെ ഒരു പോസിബിലിറ്റി. ലാൻഡ് ബിസിനസ് ആയിട്ടാണെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾക്ക് ആ ബിസിനസ് അറിയാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ സാധാരണ അസറ്റായിട്ട് ലാൻഡ് കാണുകയാണെങ്കിൽ നല്ലതാണ്. അത് നമുക്ക് ആ ബിസിനസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ലാൻഡ് വാങ്ങിയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അത് മറിച്ച് വിൽക്കും. അതൊക്കെ അറിയുന്ന ഇപ്പോൾ എൻ്റെ ക്ലയൻസ് തന്നെ ചില ബ്രോക്കർമാരൊക്കെ ഉണ്ട്, അവർ മിടുക്കന്മാരത് ചെയ്യാനായിട്ട്. ആൻഡ് അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ ഒരു സഹായത്തോടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചിലപ്പോൾ ഇത് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ പല നമ്മൾ ബ്രോക്കർമാരെ കണ്ടെത്തണം, ക്ലയൻറ്റിനെ കണ്ടെത്തണം, അതൊക്കെ ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് നല്ല ബിസിനസ്സല്ല. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഇതെല്ലാം വേണം. ഇപ്പോൾ എൻ്റെ ഒരു കഷ്ടപ്പെടുന്നത് ആൾ പറഞ്ഞു വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് ഒരു ലാൻഡ് വാങ്ങി, എന്നിട്ട് ആൾക്ക് സമയമൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത് മറിച്ച് വിറ്റ ടൈമിൽ ഭയങ്കര ലാഭം കിട്ടി. അത് കണ്ണൂർ എയർപോർട്ട് വരുന്നിടത്തായിരുന്നു, ഇയാൾക്ക് അറിയില്ലായിരുന്നു കണ്ണൂർ എയർപോർട്ട് വരുന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ലക്ക്, അത് ആളുടെ അറിവുകൊണ്ട് സംഭവിച്ചല്ല. പക്ഷെ അതൊരു ഈ ലാൻഡ് ബിസിനസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ കാണാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത് വേണം എന്നുള്ളൊരു അഭിപ്രായം തന്നെ ഇത്. അപ്പോൾ ഇതിലെപ്പോഴും നമ്മുടെ കാര്യത്തിലുള്ളൂ. ഇപ്പോൾ ഇവൻ ഇത് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, എനിക്ക് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ ഹസ്ബൻഡ് ഒത്തിരി ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് റെൻ്റൊക്കെ വരുന്നുണ്ട്, കുറേ റെൻ്റൊന്നും വരുന്നില്ല. അപ്പോൾ മകൻ്റെ ഫീസ് കൊടുക്കണം, വലിയ ഫീസ് കൊടുക്കണം. ആ ടൈമിൽ ഇവരുടെ കാശില്ല. അപ്പോൾ ലാൻഡ് വിൽക്കാനാണെങ്കിൽ അവർക്ക് പറ്റുന്നില്ല. ആൻഡ് ലാൻഡ് വിൽക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, അത് വിറ്റ് കളഞ്ഞാൽ പറ്റില്ല എന്നുള്ളൊരു വിഷയം. പിന്നെ മാനസികമായിട്ടുള്ള രണ്ടാമത്തെ വിഷയം, അവർക്ക് ബയർ കിട്ടുന്നില്ല, അവരല്ല ഇതൊന്നും ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ എന്നാൽ അവർ ഇത്ര അധികം റിച്ചാണ്, എനിക്ക് തോന്നുന്നു അന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ 5 കോടിക്ക് മേലുണ്ട്. എന്നിട്ട് മകന് ഫീസ് കൊടുക്കാനായിട്ട് 25 ലക്ഷം എടുക്കാനില്ല കയ്യിൽ. അപ്പോൾ അത് അസറ്റ് ലൊക്കേഷൻ കുഴപ്പം കൊണ്ട് പറ്റിയതാണ്. അതാ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല. അതിനല്ലേ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് ഉണ്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനെല്ലാവരും ഭയങ്കര മിടുക്കനാണ് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത 100 വർഷം ജീവിച്ചിരിക്കുമോ നമ്മുടെ ഫാമിലി ഇത് മാനേജ് ചെയ്യാനായിട്ട്. ഒരു കാലത്ത് വൈഫ് ഇത് ഹാൻഡിൽ ചെയ്യണം, ആ ടൈമിൽ വൈഫിന് ഇതെല്ലാവരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ മകൻ ഹാൻഡിൽ ചെയ്യണം, മകൻ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസ്ക് ആരും പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ എന്ന് ഫിനാൻഷ്യലി ഫ്രീ ആവണമെന്നൊരു ഡേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ഇൻകം ഒന്നും വന്നില്ലെങ്കിലും മാസം ജീവിക്കാനുള്ള പൈസ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടണം, ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ എടുക്കാവുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാവുന്ന സംവിധാനമുണ്ട്. ഇനി അതല്ലെങ്കിൽ നല്ല വീടുകൾ വാങ്ങി അതിൽ നിന്ന് റെൻറ്റ് കിട്ടാവുന്ന സംവിധാനമുണ്ട്.